നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കടുത്ത സംശയരോഗത്തിനടിമ. അയൽക്കാർ തനിക്കെതിരെ കൂടോത്രം നടത്തി എന്ന സംശയമാണ് 3 കൊലപാതകങ്ങൾക്കും കാരണമായതെന്ന് പ്രതിയുടെ കുറ്റസമ്മതമൊഴിയിൽ വ്യക്തമാകുന്നു. ഭാര്യയും മകളും സുന്ദരികളായതും തന്നിൽ സംശയം ഉണ്ടാക്കിയെന്നും ചെന്താമര മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നും കേസ് നീട്ടിക്കൊണ്ടുപോകരുതെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ 24-നോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാളെ തൂക്കിക്കൊല്ലാൻ നോക്കുക, പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെയും വിധി വരും. ഇനിയും അമ്മൻ്റെ വിധി ഇനിയും വന്നിട്ടില്ല. ഇത് നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ഇതിനെ അയാളെ തൂക്കി തന്നെ കൊല്ലുക. അത്രയും നീട്ടി കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരിക. കോടതിയിൽ നിന്ന് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വിശ്വാസമുള്ളത് കോടതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നീട്ടി കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്നൊരു വിധി ഞങ്ങൾക്ക് കാണിച്ചു തരണം. സ്പെഷ്യൽ കോടതി തന്നെ ഇതിന് വേണം. അമ്മൻ്റെ വിധി 5 കൊല്ലം കഴിഞ്ഞു എന്നിട്ട് വന്നിട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും അച്ഛൻ തന്നെ പോയില്ല. ഇനി ഇതിൻ്റെ കാര്യം വേണമെങ്കിൽ വേറെ ആയിരുന്നെങ്കിലും അയാൾ കൊല്ലും. പെട്ടെന്നൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത്രയോ ഇതാ. അയാൾ പല കള്ളവും പറയും, പല ബുദ്ധിപരമായിട്ടാണ് അയാളുടെ നീക്കം. അതൊന്നും ആ കോടതി ആരും വിശ്വസിക്കരുത്. തൂക്ക് കയറ് കൊടുക്കുക. അയാൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് പുലർത്തിയിട്ടും കാര്യമില്ല. ഇനിയും കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. നിഖിൽ, ആ കുഞ്ഞുങ്ങളുടെ പറച്ചില്ല അത് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലേ, പ്രാണഭയം അതാണ് ഏറ്റവും പ്രധാനമല്ലേ. അതില്ലാതെ ഒരു രാത്രി കിടന്നുറങ്ങാൻ കഴിയണം ആ കുഞ്ഞുങ്ങൾക്ക്. അതാണ് അവരുടെ ആവശ്യം. തീർച്ചയായിട്ടും ഈ പ്രതി തന്നെ പറയുന്നു 100 വർഷങ്ങൾ തടവിലിടണം എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴെങ്കിലും ഇറങ്ങുമെന്ന ഭയത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രശ്നം. പിന്നെ മാനസികമായി ചില പ്രശ്നങ്ങൾ ഇയാൾ നേരിടുന്നുണ്ടെന്ന് തുടക്കം മുതൽ തോന്നിയിരുന്നു. പക്ഷെ അതൊരിക്കലും അയാൾക്ക് ഒരു രക്ഷപ്പെടാനുള്ള വഴി ആകരുതെന്നുമുണ്ട്. തീർച്ചയായിട്ടും സ്മിത, അതുല്യയ്ക്കും അഖിലയ്ക്കും സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ അവർക്ക് എന്നും അച്ഛനും അമ്മയും അച്ഛമ്മയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. അല്പമെങ്കിലും ആശ്വാസം അവർക്ക് കിട്ടണമെങ്കിൽ, അതായത് സ്വസ്ഥതയോടുകൂടി പേടിയില്ലാതെ കിടന്നുറങ്ങണമെങ്കിൽ ചെന്താമരയ്ക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. അതാണ് ഇന്ന് രാവിലെ അവർ വ്യക്തമാക്കിയ കാര്യവും അതുതന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് സുധാകരൻ മക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ അക്കാര്യം പരിഗണിക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് നമുക്ക് ലഭിച്ചത് ഈ കുറ്റസമ്മതമൊഴി, ചെന്താമരയുടെ കുറ്റസമ്മതമൊഴി പുറത്തായിട്ടുണ്ട്. അതിൽ പറയുന്നത് താൻ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയം, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നിർവഹിച്ചത് എന്ന് പ്രതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയെ സംശയമുണ്ടായിരുന്നു എന്ന് ഈ കുറ്റസമ്മത മൊഴിയിലുണ്ട്. ഭാര്യയും മകളും സുന്ദരിയാണെന്നത് സംശയരോഗത്തിൽ എത്തിച്ചിട്ടുണ്ട്. താൻ ജീവിതത്തിൽ ഒറ്റപ്പെടാൻ കാരണം നേരത്തെ കൊല്ലപ്പെട്ട 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയാണ് എന്ന സംശയവും പ്രതിക്ക് ഉണ്ടായിരുന്നു. ഈ സജിതയെ കൊലപ്പെടുത്താൻ മുൻകൂട്ടി പദ്ധതി ഇട്ടിരുന്നില്ല. പക്ഷേ ഇവർ തന്നെ കളിയാക്കിയപ്പോൾ പ്രകോപനം ഉണ്ടായി. അതേ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. സുധാകരൻ ആക്രമിക്കപ്പെടുന്നത് കണ്ട് തന്നെ ലക്ഷ്മി, അവരുടെ അമ്മ, ചീത്ത പറഞ്ഞപ്പോഴാണ് അവരെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ വളരെ ബാലിശമായിട്ടുള്ള, നമുക്ക് കേട്ടാൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മൊഴികളൊക്കെയാണ് പ്രതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതി തന്നെ 100 വർഷത്തേക്ക് ജയിലിൽ ഇടണമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പുറത്തെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആ പകയുടെ വീര്യം ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. പ്രതി പറയുന്നത് തനിക്ക് മകളുണ്ട്, മരുമകനുണ്ട്. മകൾ എഞ്ചിനീയറാണ്, മരുമകനാണ് ഉദ്ദേശിക്കുന്നത്, മകൻ പോലീസിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 മക്കളാണ്, അഖിലയും അതുല്യയും. അവർക്കുമുണ്ട് വേദന. ഇവർക്കുള്ളതിനേക്കാൾ വേദന സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി ഇന്നലെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്നുള്ള, അതായത് അവിടെ ഇത്രയധികം മാധ്യമങ്ങളെ കാണുന്നു, ഇത്രയധികം ആളുകളെ കാണുന്നു, അപ്പോഴൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നിന്ന് ആ പ്രതി പറഞ്ഞതായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ വരുന്ന തിങ്കളാഴ്ചയാണ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ചൊവ്വാഴ്ച തന്നെ കിട്ടിയേക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം വിശദമായ തെളിവെടുപ്പുണ്ടാകും. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DSP മുരളീധരൻ പറഞ്ഞ് നമുക്ക് ഈ സംഭവങ്ങളാകെ നടന്നിട്ടുള്ള ഈ ക്രൈം സീൻ ആകെ ഒരിക്കൽ കൂടി പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. പ്രതിയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചാലേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയൂ. ആ തെളിവുകളുമായിട്ടായിരിക്കും കോടതിയിലേക്ക് പോലീസ് പോവുക. പഴുതടച്ച കുറ്റപത്രമായിരിക്കും നൽകുക. പ്രതിക്ക് പരമാവധി ശിക്ഷ, സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ കുറ്റപത്രം ഉപകരിക്കുമെന്നാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന കാര്യം. സ്മിത, അതോടൊപ്പം തന്നെ നിഖിൽ, ഇയാളെ കോടതിയിൽ എത്തിച്ചപ്പോഴും അതിനു മുൻപ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ഒക്കെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഈ നാട്ടുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. തീർച്ചയായിട്ടും പ്രവിധ, നാട്ടുകാർക്കെതിരെ PDPP ആക്ട് പ്രകാരം കേസെടുത്തു കഴിഞ്ഞു.
അതിൽ സംഭവിച്ചത് ഇതാണ്. അന്ന് ആ അറസ്റ്റ് ചെയ്ത രാത്രി നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നത് എന്നുള്ളത്. വലിയ പ്രതിഷേധമായിരുന്നു കണ്ടത്. പ്രതിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർ ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അപ്പാടെ എടുത്തു മാറ്റി. മതിലിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പോലീസുകാരന് പരിക്കേറ്റു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ PDPP നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ഈ ആളുകൾക്കെതിരെ കേസ് എടുക്കരുത് എന്നുള്ള ഒരു ആവശ്യമായിട്ട് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ്. പ്രതിക്ക് സംരക്ഷണം നൽകുകയും നാട്ടുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. എന്തായാലും നാട്ടുകാർ ബന്ധുക്കളടക്കം പലതവണ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. പിന്നാലെയാണ് വീണ്ടും 2 കൊലപാതകങ്ങൾ നടക്കുന്നതും ഇയാൾ പിടിയിലാവുന്നതും. അതുകൊണ്ട് തന്നെയാണ് അന്ന് രാത്രി പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. സ്വാഭാവിക പ്രതിഷേധമായിരിക്കും. കാരണം ഇവർ പറഞ്ഞിട്ടും പലതവണ പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകാത്തതിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധം. പക്ഷെ നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല, അങ്ങനെ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷേ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും പരിഹാരമെന്ന് പ്രതീക്ഷിക്കുക, അല്ലേ?